പിതൃക്കളുടെ മോക്ഷത്തിനായും ആത്മശാന്തിക്കായും ജീവിച്ചിരിക്കുന്നവർ സമർപ്പിക്കുന്ന ബലിതർപ്പണത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കർക്കിടകത്തിലെ കറുത്ത വാവ് ദിവസം നടത്തുന്ന ബലിതർപ്പണത്തിൽ മരിച്ചുപോയ പൂർവികരെ ഓർമ്മിക്കുകയും അവരോടുള്ള കർത്തവ്യമെന്ന് വിളിക്കുന്ന പിതൃയജ്ഞം പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. പിതൃക്കളുടെ തിഥിയായ അമാവാസിയിൽ നടത്തുന്ന ബലിതർപ്പണം മോക്ഷഭാഗ്യം നൽകുന്നുവെന്നാണ് വിശ്വാസം. എല്ലാ അമാവാസികളും ബലിതർപ്പണത്തിന് യോജിച്ചതാണെങ്കിലും കർക്കിടകത്തിലെ അമാവാസിയിൽ ഫലം ഏറും. പിതൃക്കൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന ദക്ഷിണായന കാലത്തിലെ ആദ്യ ബലിതർപ്പണം കൂടിയാണ് കർക്കിടകത്തിലെ കറുത്തവാവ് ദിനം ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ് കർക്കിടകത്തിലെ ബലിതർപ്പണം. വളരെ പണ്ടുകാലം മുതൽ തന്നെ ഇല്ലം, വല്ലം, നെല്ലി എന്നതായിരുന്നു ബലിയിടുന്നതിൻ്റെ പ്രമാണം. യാത്രകളും ക്ഷേത്രങ്ങളും ഇത്രയും പ്രചാരത്തിലില്ലാതിരുന്ന സമയത്ത് വീടുകളിലായിരുന്നു ഭൂരിഭാഗം പേരും ബലിയിട്ടിരുന്നത്. ആ സമയങ്ങളിൽ പരിഹാരക്രിയകൾക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പോയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ബലിതർപ്പണം പൂർണ്ണമായും ക്ഷേത്രത്തിലേക്ക് മാറിക്കഴിഞ്ഞു. എന്നിരുന്നാലും ഇല്ലം, വല്ലം, നെല്ലി രീതിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. കർക്കിടക ബലിതർപ്പണത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളെ കുറിക്കുന്നതാണ് വല്ലം, നെല്ലി എന്നിവ. തിരുവനന്തപുരം പരശുരാമ ക്ഷേത്രം, വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം എന്നിവയാണ് ഈ വാക്കുകളിൽ ഉദ്ദേശിക്കുന്നത്. ബലിതർപ്പണത്തിനും പിതൃപൂജകൾക്കും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണിത്. ഓരോ വർഷവും 10,000-കണക്കിന് ആളുകളാണ് കർക്കിടകത്തിലെ അമാവാസിയിൽ ഇവിടെ എത്തുന്നത്. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമെന്നാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വർഷം മുഴുവൻ ബലിതർപ്പണം നടത്തുവാൻ കഴിയുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണിത്. മാതാവിനെ വധിച്ച പാപം തീർക്കാൻ പരശുരാമൻ ബലിതർപ്പണം നടത്തുകയും അമ്മയ്ക്ക് പുനർജന്മം കൊടുക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വരാൻ കഴിയുന്നത് തന്നെ വിശ്വാസികൾക്ക് പുണ്യമാണ്. കർക്കിടകവാവിന് തിരുവല്ലം ക്ഷേത്രത്തിൽ ബലിയർപ്പിച്ചാൽ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഫലം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിനുള്ളിലാണ് ഇവിടെ സാധാരണയായി ബലിതർപ്പണം നടത്തുന്നത്. ക്ഷേത്രത്തിലെ നാലമ്പലത്തിനു മുന്നിലുള്ള ബലിമണ്ഡപത്തിലാണ് ബലിതർപ്പണ കർമ്മങ്ങൾ നടക്കുന്നത്. പരശുരാമനെ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം പത്മനാഭസ്വാമിയുടെ തലഭാഗമാണ് തിരുവല്ലം ക്ഷേത്രം എന്നും വിശ്വസിക്കപ്പെടുന്നു. വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് വയനാട് ജില്ലയിലെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. ദക്ഷിണ കാശി, സഹ്യമല ക്ഷേത്രം എന്നെല്ലാം ഇതറിയപ്പെടുന്നു. വർഷം മുഴുവനും ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. പിതൃബലി, തിലഹവനം, പിതൃപൂജ